നമസ്കാരം. ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര ഏജൻസികളെ വിമർശിച്ചതിന് ആം ആദ്മി പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി രംഗത്ത്. പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷിയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ബിജെപിയുടെ മറ്റൊരു രാഷ്ട്രീയ ആയുധമായ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആം ആദ്മി പാർട്ടിയുടെ പ്രചരണ ഗാനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകും ഇങ്ങനെ സംഭവിക്കുന്നത്. ബിജെപി ദിവസവും നടത്തുന്ന മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനത്തെ ഇതേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവഗണിക്കുകയാണെന്നും അതിഷി കുറ്റപ്പെടുത്തി. CBI, ED എന്നിവയെ മോശമായി ചിത്രീകരിച്ചതിന്റെ പേരിലാണ് പ്രചരണ ഗാനം വിലക്കിയത്. രാഷ്ട്രീയ നേതാക്കൾ BJPയിൽ ചേർന്നയുടൻ EDയും CBIയുമെല്ലാം അവർക്കെതിരായ കേസുകൾ എഴുതിത്തള്ളുന്നു. ഇതിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ പ്രചരണ ഗാനത്തിൽ അത് പരാമർശിക്കുമ്പോൾ അതിനെ എതിർക്കുന്നു. ഏകാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് ഭരണകക്ഷിയോടുള്ള വിമർശനമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇതിനർത്ഥം BJP ഒരു ഏകാധിപത്യ സർക്കാരാണെന്ന് കമ്മീഷൻ വിശ്വസിക്കുന്നുവെന്നാണ് അതിഷി പറയുന്നത്. ജയിലിന് മറുപടിയായി ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന ഗാനം കഴിഞ്ഞ ദിവസമാണ് ആം ആദ്മി പാർട്ടി പുറത്തിറക്കിയത്. 2 മിനിറ്റിലധികം ദൈർഘ്യമുള്ള പ്രചരണ ഗാനം രചിച്ച് ആലപിച്ചിരിക്കുന്നത് AAP MLA ദിലീപ് പാണ്ഡെയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച പാർട്ടി ആസ്ഥാനത്താണ് ഗാനം പുറത്തിറക്കിയത്. എന്നാലും വിഷയത്തിൽ അതിരൂക്ഷമായാണ് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷാപാത നിലപാടുമായാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നത്. എന്നാലും ഇതും മോദിയുടെ കുതന്ത്രത്തിന്റെ ഭാഗമാകുമെന്നാണ് പാർട്ടി ആരോപിക്കുന്നത്.